Hello everybody, welcome back to my channel. So, ഇന്ന് നമ്മൾ ലിവിങ് അലോൺ ഡയറീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫോർ എ ഫ്യൂ ഡേയ്സ് അച്ഛനും അമ്മയും നാട്ടിൽ പോയേക്കാണ്. സോ ഇറ്റ് വിൽ ബി ജസ്റ്റ് മീ ആൻഡ് മൈ സിസ്റ്റർ. സോ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന നേരത്ത് ഞങ്ങളുടെ ഒരു വ്ളോഗ് എടുക്കാം. കാരണം ഇവിടെ പിന്നെ ആരുമില്ല, ഞങ്ങൾക്ക് ഡെയിലി റൂട്ടീൻസ് ആയിട്ട് കാണിക്കാം എന്ന് വെച്ചിട്ടാണ്. ആൻഡ് യാ, ഞാനിപ്പോൾ എൻ്റെ മുടിയുടെ ശരിക്കും സ്ട്രെയിറ്റ് ആണോ കേളി ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പറയുക, നമ്മുടെ കേളി ഹെയർ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനിന്ന് നോക്കിയതാണ്. ലെറ്റ്സ് സീ ഹൗ എൻ്റെ മുടി ഇന്ന് മുഴുവൻ എങ്ങനെ നിൽക്കും എന്ന് നമുക്ക് നോക്കാം. സോ ഇന്ന് ആർഷയ്ക്ക് എക്സാം ഉണ്ടായി. സോ ഞങ്ങൾ നേരത്തെ എണീറ്റു. ആർഷ എൻ്റെയൊക്കെ നേരത്തെ എണീറ്റു. ആർഷ 5:30 എണീറ്റു, പഠിച്ചു. എന്നിട്ട് അവൾ റെഡിയായി പോയി. ആൻഡ് അവൾ പോണേക്ക് മുമ്പ് ഞാനും എണീറ്റു. എന്നിട്ട് കുളിക്കാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കുളിച്ചിട്ട് നേരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. കാരണം എനിക്ക് വിശന്ന് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഫുൾ സ്കിൻ ഹെയർ റൂട്ടീനൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഹൗസ് ക്ലീനിങ് ഉണ്ട്. ആൻഡ് അത് കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും ആച്ചി വരുന്നതായിരിക്കും. സോ യാ, ഹലോ. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു മേക്കപ്പ് ട്രയൽ. കണ്ണു നല്ലൊരു വലിയ കുരു വന്നിട്ടുണ്ട്. അത് കുറച്ചാഴ്ചകളായി, ഇതുവരെ മാറിയിട്ടില്ല. ബട്ട് യാ, ഒരു എക്സ്ട്രാ ഫ്രണ്ട് ഉണ്ടെന്ന് കരുതിയാൽ മതി. ആൻഡ് ആച്ചി ഈസ് ഫൈനലി ഹോം. ആൻഡ് ഞങ്ങൾ ഇനി ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. ദുബായിലിപ്പോൾ നല്ല തണുപ്പുണ്ട്. ഞാനിന്ന് കുളിച്ച് വന്നപ്പോൾ നല്ല ഷിവറിയായിരുന്നു. Asra is making noises. Yes, Asra, we hear you. So ദുബായിൽ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വെറ്ററുകളൊക്കെ പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ സോക്സ് ഇട്ട് നടക്കുകയാണ്. കാരണം ടൈൽസ് ആയതുകൊണ്ട് ടൈൽസൊക്കെ നല്ല തണുത്തിരിക്കുകയാണ്. എനിക്ക് ചിലപ്പോൾ മറ്റേ മസിൽ പിടിക്കുമെന്ന് പേടി. റെഡ് കാർപ്പറ്റ് ഫോർ മീ. ഓ പ്ലീസ്, വേഗം കൊണ്ടുവരൂ. നൂഡിൽസ്, ആച്ചയ്ക്ക് നൂഡിൽസ്. ആൻഡ് ഞാൻ ചോറും ബ്രിഞ്ചാൾ ഫ്രൈയും ഉണ്ടാക്കാൻ പോവാണ്. ഗ്യാസിൽ രാവിലെ തന്നെ ചോറ് കഴിച്ചു. ഞാൻ രാവിലെ ദോശ കഴിച്ചു. സോ ഹൂ ഈസ് മോർ ഹെൽത്തി? ഇന്നത്തെ മേക്കപ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? നീ പറയണ്ട. എൻ്റെ സ്കിന്നും കൂടി കുറച്ച് നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അതെ, പക്ഷെ ഈ കുണ്ടും കുഴിക്കും വേണ്ടിയിട്ടുള്ള സിമെൻ്റൊന്നും മേക്കപ്പിൽ ഇല്ലല്ലോ. പക്ഷെ ആ മറ്റേ പ്രൈമറോ എന്തെങ്കിലും ഉണ്ടതായിരുന്നു. സാറില്ല, ടുമോറോ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. സോ അന്ന് കറക്റ്റ് ചെയ്യാം. സോ ഗൈസ്, എൻ്റെ മുടി കേളി ഡെഫിനറ്റ്ലി അല്ല. കാരണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും എൻ്റെ കേൾസ് ഒന്നും നിന്നില്ല. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് വേവി. വി ആർ ഗോയിങ് വിത്ത് വേവി. ഓക്കെ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് സ്ട്രെയിറ്റ്. കാരണം സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ ഞാനൊന്ന് ഈരി സിറമൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആവേണ്ടതാണ്. കുളിക്കൽ മര്യാദയ്ക്ക്.
Which movie? Guess fast. ദർശനയ്ക്ക് ശേഷം ഒരുപാട് നാൾ കഴിഞ്ഞ് ഒരു പെണ്ണിനെ ഞാൻ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിന്നു. നിത്യ. I should guess. मेरे शेर मेरे चीते तुझे कुछ साल अकेला क्या छोड़ा तूने इतना बड़ा झूठ दिया. Guys, so it's much later on in the day. എന്താണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കി കഴിച്ചു. ഞങ്ങൾ ബ്രിഞ്ചോൾ ഫ്രൈ ആൻഡ് ചോറ് ഞാൻ കഴിച്ചു. ആൻഡ് ആച്ചി ഞങ്ങൾ നേരത്തെ കാണിച്ചതാണ് നൂഡിൽസ് കഴിച്ചു. പക്ഷെ അപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ വേറൊരു വ്ളോഗ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഗ്ലോബൽ വില്ലേജിൻ്റെ വ്ളോഗ് അപ്ലോഡ് ആയിട്ടുണ്ട്. സോ അത് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക ആൻഡ് അഭിപ്രായം അറിയിക്കുക. സോ അത് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ എനിക്കപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തലാലിൽ പോയി വന്നു, സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നെങ്കിലും കാണിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളൊപ്പം കൊണ്ടുപോകാൻ പറ്റിയില്ല. സോ അറ്റ്ലീസ്റ്റ് എന്താണ് മേടിച്ചതെന്നെങ്കിലും കാണിക്കാൻ വെച്ചു. സോ വൈറ്റ് ബ്രെഡ് മേടിച്ചിട്ടുണ്ട്, ബിരിയാണി മസാല മേടിച്ചു. ഈ വീഡിയോ അമ്മ കാണുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം അമ്മ ഇങ്ങനത്തെ പാക്കറ്റ് പൊടികൾ സമ്മതിക്കാറില്ല. പക്ഷെ എനിക്കൊരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കണമായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ആൻഡ് ഇവിടെ ഗരം മസാല പൊടി ഇല്ല, അത് പൊടിക്കണം. സോ പൊടിക്കാനുള്ള മടിക്ക് ഞാൻ ബിരിയാണി മസാല മേടിച്ചു. പിന്നെ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മഷ്റൂംസ്. പിന്നെ ഇവിടെ നാടൻ മോര് കിട്ടും, സ്പൈസി ബട്ടർ മിൽക്ക് എന്നിട്ട് നാടൻ തന്നെയാണ് പേരും. നമ്മൾ സംഭാരം പോലെ. സോ അതിൻ്റെ 2 ബോട്ടിൽ മേടിച്ചു. ഒരെണ്ണം അവിടെ കുടിക്കൽ കഴിഞ്ഞു. പിന്നെ ആസിർ ഒരു ലെവനപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും കുടിക്കൽ കഴിഞ്ഞു. പിന്നെ ഇത് ആസിർ മേടിച്ചൊരു മാംഗോ ലിച്ചി മിൽക്ക്. പിന്നെ ഇത് നമ്മളുടെ തൈര്. ആൻഡ് ദാറ്റ്സ് ഓൾ. That's all for today's video, and നമുക്ക് വീണ്ടും നാളെ കാണാം പുതിയ വീഡിയോ ആയിട്ട്. Until then, bye.